നിങ്ങളുടെ മനസ്സിൽ വള്ളിയിലിട്ട് ഒരു കൊച്ചു കുട്ടിയല്ലായിരുന്നു രവിക്കുട്ടൻ. എന്നാലേ ഇതാണ് അജയകുമാരന് രവിക്കുട്ടൻ. മനസ്സ് നിറയെ മധുരമുള്ള കരുതലും സ്നേഹവും കരുതലും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന കുട്ടികളുടെ അജയകുട്ടൻ. Thank you. സത്യത്തിൽ ദൈവത്തിനോട് ദേഷ്യം തോന്നിയത് ഒരു കഥ വായിച്ചപ്പോഴാണ്. മുരളി PS-ന്റെ കഥ. ദൈവം എന്താ എല്ലാവരെയും ഒരുപോലെ കാണാത്ത? ചിലർക്ക് എപ്പോഴും സന്തോഷം, ചിലർക്ക് എപ്പോഴും സങ്കടം. അങ്ങൾക്ക് തോന്നിയിട്ടില്ല എങ്ങനെ? മുരളി PS-ൻ്റെത് നോക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് സങ്കടം ഉണ്ടായ കഥയാണ്. അത് ശരിക്കും നടന്ന കഥ തന്നെയാണ്. മുരളി PS പേര് മാറ്റി, ഞാൻ കൂട്ടുകാരൻ മരിച്ചതുകൊണ്ട് പേര് ഞാൻ മാറ്റി, പക്ഷെ ആ കഥ റിയലാണ്. പിന്നെ ഈ സങ്കടവും സന്തോഷവും ദൈവം, അത് ഞാനും ഒരുപാട് ആലോചിച്ചിട്ടുള്ള കാര്യമാണ്. ദൈവം ഉണ്ടോ, അല്ലെങ്കിൽ ദൈവം എന്തിനാണ് പാർഷ്യലി ചിലർക്ക് സങ്കടം കൊടുക്കും, ചിലർക്ക് സന്തോഷം കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ്. പക്ഷെ നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ കണക്ക് നോക്കി മുകളിൽ ഒരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇരിക്കുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിൻ്റെ കർമ്മഫലം അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കർമ്മഫലത്തിനെ കുറിച്ച് എനിക്ക് എപ്പോഴും ഭയങ്കര സംശയമുള്ള. ഞാൻ പല പ്രമുഖ ആൾക്കാർ, സന്യാസിമാർ അങ്ങനെയുള്ളിടത്തൊക്കെ ചോദിക്കുന്നു, അവരും ഉത്തരം തന്നില്ല, പിന്നെ തരാമെന്ന് പറയില്ല. അതായത് നമ്മൾ പറയില്ല, ഇപ്പോൾ ഒരാൾ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നു, അത് കർമ്മഫലമാണെന്ന് പറയും. അതായത് മുൻജന്മത്തിൽ ചെയ്തത് പാവമാണ്. അപ്പോൾ ഞാനടുത്തൊരു എക്സാമ്പിൾ ചോദിച്ചു. ഇപ്പം മോള് 1ാം ക്ലാസ്സിൽ ഭയങ്കര വികൃതിയായിട്ടൊരു കുട്ടിയായിരുന്നു നോക്കിയാൽ. മോള് അത് തള്ളിയിട്ട് പൊട്ടിക്കുന്നു, ക്ലാസ്സിൽ ബഹളം ഉണ്ടാക്കുന്നു, ഭയങ്കരമായിട്ട് വയലൻ്റായി ബാക്കിയെല്ലാവരും ഉപദ്രവിക്കുന്നു. പക്ഷേ ടീച്ചേഴ്സൊന്നും മോളെ ഉപദ്രവിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, പണിഷ് ചെയ്യുന്നില്ല. മോള് 4th സ്റ്റാൻഡേർഡിലെത്തി. ഇപ്പം നല്ല കുട്ടിയാണ് മോള്, ഏറ്റവും ഒബീഡിയൻറ്റ് സ്റ്റുഡൻ്റാണ്, ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്കാണ്. അങ്ങനെ ഇരിക്കുന്നു. ഹെഡ് മാസ്റ്റർ ഒരു ദിവസം കയറി ചടപറ 4-5 അടി മോളെ പിടിച്ചിട്ട്. അപ്പോൾ ആൾക്കാർ മോളൊക്കെ എന്താണ് മുൻജന്മം 1ാം ക്ലാസ് ചെയ്തതിൻ്റെ പാവമാണ്, അത് ഇപ്പോൾ തീർത്താന്ന് പറയും. എന്ത് ലോജിക്കാണ് അതിലുള്ളത്? മോൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും? ഞാൻ അത് ചോദിച്ചാൽ മനസ്സിലായില്ലേ? ആ ക്ലാസ് വെച്ച് മോൾക്ക് അടി കിട്ടിയിരുന്നെങ്കിൽ ബാക്കി ആരും തെറ്റ് ചെയ്യില്ല, അവർക്ക് അടി കിട്ടിയ കണ്ടോ, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നതിന് പേടിച്ചന്. ഇത് മോള് മറന്നുപോയൊരു കാര്യം, 4ാം ക്ലാസ്സിൽ നല്ല കുട്ടിയായിട്ടിരിക്കുമ്പോൾ 1ാം ക്ലാസ്സിൽ ചെയ്ത കുറ്റത്തിന് 4ാം ക്ലാസ്സിൽ നിന്ന് അടിക്കുമ്പോഴേ മുൻജന്മ ഫലം. അതാണ് ഞാൻ ചോദിച്ച ആൾക്കാർക്ക്. വലിയ വലിയ സന്യാസി, വലിയ മഹാന്മാരെ ചോദിച്ചു, അവരാരും ഇത് കൃത്യമായി ഉത്തരം പറഞ്ഞില്ല. അവർ പറഞ്ഞ് അജോയ്ക്ക് കൺസീവ് ചെയ്യുന്നതിൻ്റെ അപ്പുറമാണ് സമയം, കാലം. ഞാൻ അതൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട്, മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ അത്തരം കണക്കോട്ട് ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല. ദൈവം സങ്കടം തരുന്നു എന്നുള്ളത്, നമ്മൾ ഉള്ളതിലൊക്കെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളത്. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഞാൻ കഥ എഴുതുമ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട്, അജോയ് ചേട്ടന് മാത്രം ഇങ്ങനെ ഫുൾ സന്തോഷം, ചുറ്റും ഹാപ്പി, കഥാപാത്രങ്ങളെല്ലാം ലൈഫിലുള്ളതെല്ലാം കാർട്ടൂൺസ്, ശ്യാമ ഒരു കഥാപാത്രം, മോൻ. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, നിങ്ങളെപ്പോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ ചുറ്റും ഉള്ളത്, മനസ്സിലായില്ലേ? വിരസമായ ചിത്രങ്ങൾ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിനെ കളറാക്കി കാണുന്നു. ഒരാൾ ഈ സിറ്റുവേഷനിൽ ഇങ്ങനെ പെരുമാറിയില്ല എങ്ങനെയെന്ന് ഞാൻ ഇമാജിൻ ചെയ്ത് ഉണ്ടാക്കുന്ന കഥകളാണ്. അല്ല എൻ്റെ ലൈഫിലും എല്ലാവരുടെ സംഭവങ്ങൾ, എല്ലാവരെ പോലെയുള്ള കാര്യങ്ങൾ തന്നെ നടക്കുന്നു, മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. അതാണ് നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ള പെർസെപ്ഷൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സങ്കടവും സന്തോഷം ഉണ്ടാക്കുന്നത് നമ്മുടെ പെർസ്പെക്റ്റീവാണ്, എങ്ങനെ എന്തിനെ കാണുന്നു, അപ്രോച്ച് ചെയ്യുന്നു. അങ്കിൾ ശ്യാമാൻ്റിനെ എല്ലാ പോസ്റ്റിലും കളിയാക്കാറില്ലേ? ശ്യാമാൻ്റിക്ക് ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞിട്ട് ശ്യാമയ്ക്ക് തന്നെ ആയിരിക്കും അല്ലേ? നമുക്ക് ശ്യാമൻ്റെ വിളിക്കാം. ശ്യാമ, അതായത് മോളുടെ സംശയം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കഥാപാത്രം, എൻ്റെ കഥകളിലെല്ലാം ഞാൻ നിന്നെ ശ്യാമയെ ഭയങ്കരമായിട്ട് കളിയാക്കിയാണ് എഴുതുന്നത്. അതിലെന്തെങ്കിലും നമ്മളെ അടിയുണ്ടോ? നമ്മളൊന്നും ഒരു അടിയില്ല, ഞാൻ നിന്നെ കളിയാക്കാറുണ്ട്. എൻ്റെ ഓർമ്മയിൽ ഞാൻ കളിയൊക്കെ എഴുതിയിട്ടില്ല. പറയട്ടെ, എത്രയോ പോസ്റ്റ് എഴുതിയിട്ടുണ്ട്, 1500 2000 പോസ്റ്റിൽ. അതിൽ മെയിൻ ഹീറോയിൻ ഞാനാണ്. ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം. എന്താണ്, എന്നെ വെച്ച് എഴുതും. ശരിക്കും എനിക്ക് റോയൽറ്റി തരേണ്ടതാണ്. എന്നെ വെച്ച് എഴുതുന്ന പോസ്റ്റുകളാണ് ഹിറ്റാവണേ. അതെന്തുകൊണ്ടാണെന്ന് അറിയോ? എന്നെ ഒരു ജോക്കറാക്കി. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാമേ. ഞങ്ങള് ഈ മീറ്റ് ദ ഗ്രീറ്റ് എന്ന് പറഞ്ഞ് മീറ്റ് ആൻഡ് ഗ്രീറ്റ് അല്ലേ, അങ്ങനെ പനമ്പള്ളി ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരുപാട് വായനക്കാർ അജോയെ കാണാൻ വന്നിരുന്നു. പലരും വന്നു. അപ്പോൾ അതിൽ ഒരാൾ ഞാൻ കണ്ടിട്ടേ ഇല്ല. പുള്ളി വന്ന് ഇങ്ങനെ എന്നെ തന്നെ ഇങ്ങനെ നോക്കി ഒരു 10 മിനിറ്റ് എന്നെ തന്നെ നോക്കി. 10 മിനിറ്റ് ആയിരിക്കും. അപ്പൊ നോക്കിക്കൊണ്ട് ഞാൻ വെച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര എന്താ ഒരു ബുദ്ധിമുട്ടായിരുന്നു, ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പുള്ളിക്ക് എനിക്ക് മനസ്സിലായി കാണും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പുള്ളി ഉടൻ തന്നെ
അജോയുടെ അടുത്ത് പറയണം, ഞാൻ ഇത്രയും നേരം ശ്യാമേച്ചി നോക്കി, ശ്യാമേച്ചി ഒരു മണ്ടത്തരം പോലും ഇതുവരെ കാണിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ ഇരുന്ന് എല്ലാവരും ചിരിക്കുകയായിരുന്നു. അപ്പൊ എന്നെ ഒരു ജോക്കറിനെ പോലെയാണ്. അതെന്റെ പോസ്റ്റ് വഴിയല്ല, ശ്യാമയെ നേരിട്ട് അറിയുന്ന ആരാണ്, മനസ്സിലായില്ലേ? മണ്ടത്തരം കാണിച്ചില്ല. ലിഫ്റ്റിലൊക്കെ ഞാൻ ഓരോ ലിഫ്റ്റിലും ഇങ്ങനെ ഒരുമാതിരി ഒരു ബപ്പൂറിനെ പോലെ അങ്ങനെ എനിക്ക് ദേഷ്യമൊന്നും തോന്നാറില്ല. എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ്ലി ഞാനൊരു ഹീറോയിൻ ആവുകയല്ലേ. അതെ, എവിടെ പോലും എന്നെക്കാളും കൂടുതൽ ആൾക്കാർക്ക് ശ്യാമ അറിയാം. എഴുതിയത് ഇപ്പം ഞാൻ ഔട്ടായി, കഥാപാത്രമായ ശ്യാമ വലിയ ഹിറ്റായി. എനിക്ക് അസൂയ. പക്ഷെ ആളുകളെ സ്നേഹം എൻ്റെ അടുത്താണ് നമ്മളെ, മനസ്സിലായില്ല? എനിക്ക് സന്തോഷമാകാൻ വേണ്ടി അവർ ശ്യാമയെ പൊഴുത്തുന്നു എന്ന് പലരും എൻ്റെ അടുത്ത് രഹസ്യമായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട്. ചേട്ടാ ഒന്നും വിചാരിക്കരുത്, ശ്യാമേൻ്റെ വെറുതെ പൊഴുത്തുകയാണ്, അല്ല ശ്യാം ചേച്ചി വെറുതെ പൊഴുത്തുകയാണ്. ശ്യാമാൻറ്റി, ഒരു കാര്യം ചോദിച്ചോട്ടെ, വീടൊരു ബോയ്സ് ഹോസ്റ്റലാണെന്ന് അജയങ്കിൾ എഴുതിയിട്ടില്ലേ? ശ്യാമാൻറ്റി അതിൻ്റെ വാർഡനും. ഇതിൽ ഏറ്റവും വികൃതിക്കുട്ടി ആരാ, ചേട്ടന്മാരോ അതോ അജയങ്കിളോ? ചേട്ടന്മാരുടെ അടുത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും ചിലപ്പോൾ കേൾക്കും, ചിലപ്പോൾ കേൾക്കില്ല. പക്ഷെ എന്നാലും ഒരു 90% കാര്യങ്ങളും കേൾക്കും. പക്ഷെ അജോയ് അങ്കിൾ രക്ഷയില്ല, എന്ത് ഞാൻ പറയണോ അതിൻ്റെ ഓപ്പോസിറ്റേ ചെയ്യും. അപ്പോൾ ആരായിരിക്കും കൂടുതൽ വികൃതി, മനസ്സിലായില്ലേ? അപ്പം ഏറ്റവും കൺട്രോൾ ചെയ്യാൻ എനിക്ക് പ്രയാസമുള്ള ആള് അജോയ് അങ്കിൾ. അതെനിക്ക് തോന്നുന്നു വായനക്കാർക്കും അറിയാൻ പറ്റുന്നതാണ് തോന്നുന്നത്. എല്ലാ കാര്യവും മോളുടെ ഞാൻ ഇങ്ങനെ പറയും. അല്ല, ഫോർ എക്സാമ്പിൾ ഒരു കാര്യം ഞാൻ പറയും, നനഞ്ഞ ടവൽ നിന്ന് ബെഡിലിടല്ലെന്ന്. അത് ബെഡിലിട്ടിരിക്കും. നനഞ്ഞ തോർത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, മനഃപൂർവ്വം കൊണ്ട് ആരെങ്കിലും ബെഡിൽ നനഞ്ഞ തോർത്തിടുമോ? ഈ നമ്മൾ കുളിച്ചിട്ട് പോകുമ്പോൾ ഇട്ടിട്ട് ഡ്രസ്സ് മാറിയിട്ട് ചിലപ്പോൾ മറന്നു അപൂർവമായിട്ട്. എന്നും നമുക്ക് വെറുതെ എക്സാജറേഷനാണ്, എന്നെക്കാൾ എക്സാജറേഷനാണ് സത്യം പറഞ്ഞ ഭാവന. ഞാൻ 1-2 പ്രാവശ്യം ഇട്ടാണ്, അതൊന്നും 100 മനസ്സിലായില്ലേ? എനിക്ക് ഭയങ്കര ഒരു തീരെ പെർഫെക്ഷനിസ്റ്റിനെ ആവാൻ പറ്റില്ല. ശ്യാമ ഭയങ്കര പെർഫെക്ഷനിസ്റ്റാണ്. അതാണ് ഞങ്ങൾ തമ്മിലുള്ള അടിയുടെ ഒരു ഇഷ്യൂ. അതാണ്. പിന്നെ ഒരു കാര്യം എന്താ പറയുക, ഒരു ബാഗ്, ഞങ്ങൾ എൻ്റെ ഒരു ഓഫീസ് ബാഗ് കൊണ്ടാണ് പറഞ്ഞത്. ഞാൻ മിക്കവാറും അകത്തുകൊണ്ട് പോയി, ഞങ്ങൾ രണ്ടുപേരും അകത്തുകൊണ്ട് പോയി, ചിലപ്പോൾ അറിയാതെ മേശപ്പുറത്ത് വെച്ച് പോകും. ഭയങ്കര ബഹളമാണ്. ഒന്ന് എടുത്ത് അകത്ത് വെച്ച് തീരുന്ന പ്രശ്നത്തിന് അവിടെ കിടന്ന് ബഹളം ഉണ്ടെങ്കിൽ നാട്ടുകാർ മുഴുവൻ അറിയിച്ചിട്ട് ശ്യാമ എടുത്ത് വയ്ക്കും. തിരിച്ച് ശ്യാമ വെച്ചിട്ട് പോയാൽ ഞാൻ സൈലൻ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ അകത്ത് വയ്ക്കും. കാരണം അത്ര വലിയ കാര്യമല്ല. എന്നാൽ റയറായിട്ട് ചെയ്യുന്നുണ്ട്. അണ്ടു എന്ന വാക്ക് ഞങ്ങളൊക്കെ കേൾക്കുന്നത് കമ്പ്യൂട്ടർ പഠിച്ചപ്പോഴാണ്. അജയങ്ങളുടെ കഥ വായിച്ചപ്പോഴാണ് അണ്ടു എന്ന വാക്കിന് ജീവിതത്തിൽ എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് അറിയുന്നത്. ശരിക്കും ആ ഭ്രാന്തന് നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കായിരുന്നു അല്ലേ? ഈ കഥയ്ക്ക് 2 പാർട്ടുണ്ട് മോളെ. ഒന്നൊരു തമാശ പാട്ടാണ്. അതായത് കൽപ്പനയില്ലേ, നമ്മുടെ മരിച്ചു എന്ന നടി, എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടായിരുന്നു. എൻ്റെ സീനിയറായിട്ട് സ്കൂളിൽ പഠിച്ചാണ് കൽപ്പന, ഉർവശി എൻ്റെ കൂടെ. അപ്പം ആ സമയത്ത് കൽപ്പന എൻ്റെ ബുക്ക് വായിച്ചിട്ട് എന്നെ ഒരിക്കൽ വിളിച്ചു, ഒരു അജോയ്, ഞാൻ അജോയുടെ ഒരു കഥ പൊട്ടിച്ചിരിച്ച് വന്ന ഞാൻ ഒരു 10-16 വരികൾ കഴിഞ്ഞപ്പോൾ കരഞ്ഞു പോയി എന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, കൽപ്പനയ്ക്ക് ചിരിക്കാനും കരയാനും പറ്റുന്നു മനസ്സിലായിരുന്നു. അജയ് ഇപ്പോൾ അവിടെ നിന്ന് അജയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുന്നതാണ് എൻ്റെ അർത്ഥം. എന്നെ അവിടെ ഇത്രയും ദൂരെ നിന്ന് വാക്കുകളുണ്ട് കരയിക്കുകയും ചിരിപ്പിക്കുകയും ഒരേ സമയം ചെയ്തു. അപ്പം എന്നിട്ട് ഒരിക്കൽ എന്നെ കൽപ്പന, അജയ് ഈ ഉണ്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ വെച്ചാൽ ഉണ്ടോ എന്നോ? അല്ല, ഒരു കഥയിൽ അജയ് ഉണ്ടോ എന്ന് എഴുതില്ല. അതായത് UND അണ്ടു എന്ന് എഴുതിയത് കൽപ്പന വായിച്ച ഉണ്ടോന്നാണ്. അതാണ് ഈ കഥയെ പറ്റി പറയുമ്പോൾ എൻ്റെ ഓർമ്മ വന്നത്. ഈ ശരിക്കും സത്യം പറഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ മോളുടെ കയ്യിൽ നിന്നൊരു പ്ലേറ്റ് വീണ് പൊട്ടി, ഒരു കൺട്രോൾ സെറ്റ് അടിച്ചാൽ അത് തിരിച്ചൊന്നും ഇല്ലാതാകുമെന്ന് നമുക്ക് തോന്നില്ലേ? ചില കമ്പ്യൂട്ടർ നമുക്ക് തെറ്റ് പറ്റിപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഒന്ന് കറക്റ്റ് ചെയ്യാം. അതുപോലെ ലൈഫിലുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു വന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. നമുക്ക് പറ്റുന്ന മണ്ടത്തരങ്ങൾ, അല്ലെങ്കിൽ ഒരാളിനോട് ചെയ്ത് തെറ്റ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും, ഒരു അൺഡു ചെയ്യാനുള്ള ഫെസിലിറ്റി. അതുപോലെ ഞാൻ ഭ്രാന്തൻ്റെ കാര്യം, ഞാൻ മടിയായിരുന്നു അച്ഛനൊക്കെ പറയാൻ. ഒരു ഭ്രാന്തനെ വഴി കാണുന്നതൊക്കെ ആഹാരം വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവർ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന അറിയില്ല. അച്ഛൻ ഭയങ്കര ടെററായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അച്ഛൻ അത് സപ്പോർട്ട് ചെയ്യുമായിരുന്നു ഞാൻ പിന്നീട് അറിഞ്ഞത്. കാരണം ഞാൻ കൊടുക്കട്ടെ ചോദിച്ചു, അച്ഛൻ സമ്മതിച്ചു, കൊടുത്തോളാം പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയ ദിവസമായാലും മരിച്ചിങ്ങനെ റോഡ് സൈഡ് കിടക്കുന്ന ഞാൻ, അതാണ് ആ കഥ. അത് സത്യം പറഞ്ഞാൽ അണ്ടു ഒരു ആദ്യമേ ആഹാരം കൊടുക്കാൻ അവസരം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ശരിക്കും വിചാരിച്ചിട്ടുണ്ട്, മനസ്സിൽ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്. കാർട്ടൂൺ വരച്ചിട്ട് കുറെ കാലമായി, എന്നിട്ട് വരച്ച് കാണിച്ചതാണ്. നമുക്ക് ബോർഡ് എടുത്തിട്ട് വരയ്ക്കാം. നിങ്ങൾ വരയ്ക്കാം. ദുഃഖഭാവത്ത് നിൽക്കുന്ന മാവേലിയായി പോയി. കുഴപ്പമില്ല.
പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമല്ലേ? പെറ്റ്സിന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ കുട്ടിക്കാലത്ത് പോലെ പെറ്റ്സ് വീട്ടിലുണ്ടായിരുന്നു. പട്ടി വളർത്തും. അവിടെ കോമ്പൗണ്ട് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ്. പിന്നെ ഈ ഫ്ലാറ്റൊക്കെ ആയതുകൊണ്ട് ഇവിടെ ആരും സമ്മതിക്കുകയില്ല. ശ്യാമയ്ക്ക് ഭയങ്കര മടിയാണ്. കാരണം ഞാൻ സ്നേഹം കാണിച്ച് വാങ്ങിക്കും, പിന്നെ ജോലിയും ചെയ്യില്ലല്ലോ. ശ്യാമ തന്നെ എല്ലാം ചെയ്യില്ല, അതുകൊണ്ട് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ പെറ്റ്സിന് ഭയങ്കര ഇഷ്ടമാണ്. ചുറ്റും ഇടപ്പഴി വീട്ടിലത് ഇഷ്ടംപോലെ പൂച്ചകളുണ്ടായിരുന്നു. പൂച്ചകളുടെ പ്രസവ വാർഡ് ഞങ്ങളുടെ വീടായിരുന്നു. അന്നും ഞങ്ങളാരും ഒന്നും പറയാത്തതുകൊണ്ട് പൂച്ച നേരെ പോവുക, പ്രസവിക്കുക, പോകും. അപ്പോൾ അപ്പുറത്തെ വല്യമ്മ പറഞ്ഞ് പൂച്ച ഇങ്ങനെ വന്ന് പ്രസവിച്ചാൽ ഭയങ്കര ഐശ്വര്യമാണ്. ഒരു ദിവസം ഞാൻ നോക്കിയപ്പം ഐശ്വര്യമെന്ന് വെളിയിൽ വിടും. വല്യമ്മയുടെ വീട്ടിൽ പ്രസവിച്ച് വല്യമ്മടുത്ത് വെളിയിൽ കളഞ്ഞു. ആ ഐശ്വര്യം എൻ്റെ വീട്ടിൽ വേണ്ട. അതുകൊണ്ട് എല്ലാ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിലാണ് ഫുൾ പൂച്ച. ഞാനെ പറ്റി കുറേ കഥ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ശ്യാമയെ സോപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പട്ടി വാങ്ങിക്കാൻ പറ്റുന്ന ചെറിയ ബീഗിളോ വീട്ടിൽ ഫ്ലാറ്റിൽ വളർത്താൻ പറ്റിയൊരു പട്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഈ ഫ്ലാറ്റിൽ എവിടെയൊക്കെ പെറ്റ്സ് ഉണ്ടോ ആ വീടുകളിലൊക്കെ ഞാൻ നിത്യ സന്ദർശകരാണ്. ഈ പാറ്റേനെയും പല്ലീനെയും തവളേനെയൊക്കെ ഒരു ക്യാരക്ടേഴ്സ് ആക്കി പറഞ്ഞിട്ടില്ലേ, അതിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരോ? അതെ, ഞാൻ കുറേ ഇങ്ങനത്തെ പാറ്റാതികേശൻ, പല്ലിമോദനൻ, പിന്നെ പറയാത്ത സ്ഥലം മൂളപ്പൻ കെ കുമാർ കൊതുവിൻ്റെ കഥാപാത്രം, സുന്ദര തവളേഷ്, അങ്ങനെ കുറേ എൻ്റെ ചുറ്റും കാണുന്ന ജന്തുക്കളൊക്കെ ഞാൻ കഥാപാത്രമാക്കാം. ഇപ്പോഴല്ല, പണ്ടേ തുടങ്ങിയതാണ്. കുട്ടിക്കാലത്ത് എനിക്ക് ഏറ്റവും ബാക്കി പോയിരുന്ന ചെറിയ രീതി വണ്ട് അതിങ്ങനെ വാച്ച് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വലുതായപ്പോൾ അതിനെ പറ്റി കഥ എഴുതാൻ തുടങ്ങി. ഒരു മൃഗസ്നേഹി എന്നാണ് ഞാൻ അറിയപ്പെടുന്നതെങ്കിലും പക്ഷേ എനിക്ക് എന്താ പറയുക, ചിക്കനും മട്ടനൊക്കെ കഴിക്കാറുണ്ട്. എനിക്ക് ഇവിടെ വലിയ ആഗ്രഹം നിർത്തിയിട്ടില്ല മൃഗസ്നേഹം പറയാൻ പറ്റും. ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാൻ താമസിക്കാൻ നിർത്തും. അപ്പോൾ പറഞ്ഞു വന്ന ഈ ജന്തു കഥകൾ ഒരു ബുക്കായിട്ട് ഇറങ്ങുന്നുണ്ട് നമ്മളെ കിൻഡിലിൻ്റെ. എൻ്റെ 6ാമത്തെ ബുക്ക് ഫസ്റ്റ് ടൈം കിൻഡിൽ വേർഷൻ ഇറങ്ങിയാണ്, ജന്തു പുരാണം എന്ന് പറഞ്ഞിട്ട്. ഈ പാറ്റാതിയെ പറ്റി എഴുതേണ്ട ഒരു പ്രയോജനം ഉണ്ടായി. ഒരുപാട് കുഞ്ഞുങ്ങൾ അവരുടെ അമ്മമാരടുത്ത് പോയിട്ട് പാറ്റയെ തല്ലിക്കൊല്ലുമ്പോൾ അയ്യോ പാവം പാറ്റാതി കേസിനാണെന്ന് തോന്നുന്നു അമ്മ എന്നൊക്കെ പറയുക. പക്ഷേ എൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ തല്ലിക്കൊല്ലാറുണ്ട്. ശ്യാമയാണ് എല്ലാത്തിൻ്റെയും എന്താ പറയുക ടെർമിനേറ്റ്. ഞങ്ങൾക്കെല്ലാം ഭയങ്കര മടിയ ജന്തുക്കളെ കൊല്ലാൻ, മനസ്സിലായില്ല. ശ്യാമയ്ക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടിയാണ് ശ്യാമ കൊല്ലുന്നതെങ്കിൽ പോലും ഞങ്ങളൊരു പാവമില്ലാന്ന് ഇങ്ങനെ ഒളിച്ച് നോക്കിക്കൊണ്ടെങ്കിൽ ശ്യാമ എന്നെ തല്ലിക്കൊല്ലും. ഇങ്ങനെയാണ് നടക്കാറുള്ളത്. എന്തായാലും ആ ബുക്ക് എന്തായാലും മോള് വായിക്കണം കേട്ടോ, നമുക്ക് ഇഷ്ടപ്പെടും. അങ്കിളെ, ഈ ബിനാക്കോ ടോയ്സ് ഓർമ്മയുണ്ട്? കഷ്ടം, ആ ബാബുവിൻ്റെ ടോയ്സ് അടിച്ചു മാറ്റേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ഈ ബിനാക്ക ടോയ്സ് എനിക്ക് നിങ്ങൾക്കൊന്നും അറിയാം, നമുക്ക് എന്തെന്ന് അറിയാം. ശരി, കണ്ടിട്ടുണ്ടാവും. അത് ഞങ്ങളുടെ കുട്ടിക്കാലത്തുള്ള ടൂത്ത് പേസ്റ്റ് ആണ് ബിനാക്ക. കോൾഗേറ്റ് കഴിഞ്ഞാൽ പോപ്പുലറായി. അപ്പോൾ അവർ കോൾഗേറ്റിനെ തോപ്പിക്കാനായിട്ട് ബിനാക്കയുടെ ഒരു നമ്മുടെ കവറിനകത്ത് ഒരു ആനിമലിൻ്റെ ടോയ് വയ്ക്കും. അതാണ് ബിനാക്ക ടോയ്സ്. ക്യാമല്, ലയൺ, ഇങ്ങനെ മനസ്സിലായില്ല. അപ്പം ഏറ്റവും കൂടുതൽ കളക്ഷനുള്ള പിള്ളേരാണ് അന്നത്തെ ഹീറോസ്. ഞങ്ങൾ ശരിക്കും സ്ഥിരം ക്യാമൽ കിട്ടിക്കൊണ്ടിരിക്കും, ലയൺ ഇല്ല. അപ്പം ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്ത് കളക്ഷൻസ്. അപ്പോൾ ഈ ഞാൻ ട്യൂഷന് പോയിരുന്ന ഒരു വീടുണ്ടായിരുന്നു, നടരാജൻ സാറുമായിട്ട്. അപ്പോൾ എനിക്കൊരു പ്രാവശ്യം മാത്സിന് 50ൽ 23 ആയിരുന്നു കിട്ടി. അപ്പം ഞാൻ ആ മാർക്ക് കൊണ്ട് കാണിച്ചു. കള്ളത്തിനൊന്നും കാണിക്കാൻ അറിഞ്ഞൂടാത്തതുകൊണ്ട് കൊണ്ട് കാണിച്ചു. സാർ വെച്ച് ബാക്കി 2 മാർക്ക് അവിടെ പോയി ചോദിച്ചു. ഔട്ട് ഓഫ് 25 എന്നാണ് സാർ വിചാരിച്ചത്. ഞാൻ 50 കറക്റ്റ് ചെയ്യാനും പോയില്ല. വെറുതെ എന്തിനും വഴക്കിട്ടു. തിരിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് പ്രോഗ്രസ് പെട്ടെന്ന് അച്ഛനൊരു വലിയ കത്തെഴുതി. ഈ സാറിന് ഈ 30 രൂപ ഫീസ് തന്ന് പഠിച്ചിട്ട് നിങ്ങൾക്ക് നാണമില്ല, അവന് 50ൽ 23 മാർക്കാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഇന്നത്തെ കാലത്ത് ഞാൻ കളഞ്ഞത്. പക്ഷെ ഞാനത് കൊണ്ടുപോയി സാറിൻ്റെ കയ്യിൽ കൊടുത്തു. സാറിനെ അടിയോടെ അടി നാണം കെടുത്തി എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട് സാറിൻ്റെ മോനുണ്ട്, ഇങ്ങനെ സമപ്രായക്കാരന്, വലിയ ബിനാക്കറ്റ് വയസ്സുള്ളവന്. അപ്പോൾ പുള്ളി ഇതെല്ലാം കണ്ടിങ്ങനെ ആസ്വദിക്കും. എന്നെ അടി, തലക്കെട്ട് അടിക്കുന്നു, ചവിട്ടുന്നു ഇരിക്കും. അപ്പോൾ ഞാൻ അവനിട്ട് പണി കൊടുക്കണം. സാറിന് കൊടുക്കാൻ പറ്റില്ല, അവന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ട്യൂഷൻ്റെ ലാസ്റ്റ് ഡേ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ബിനാക്കറ്റ് വയസ്സ് കാണിച്ചു തരുന്നു വെച്ചു. അവൻ എടുത്ത് ഇങ്ങനെ നിരത്തി ഞാൻ 2 കയ്യിൽ വായിക്കൊണ്ട് ഓടി വീട്ടിൽ കൊണ്ട് വിളിച്ച് വെച്ചു. ഞാൻ വെച്ച് അന്ന് രാത്രി സാറ് അവനും എല്ലാം കൂടെ വലിയ പ്രശ്നമാണ്. പക്ഷെ വന്നില്ല ഭാഗ്യത്തിന്. പക്ഷെ പിന്നെ പിൽക്കാലത്ത് കിച്ചുവിൻ്റെ ഏതോ ടോയ് അടിച്ചു മാറ്റിയത് കിച്ചു 2ാമത്തെ മോന്ന് കരഞ്ഞുകൊണ്ട് വന്നു. ഞാൻ അപ്പം പെട്ടെന്നൊന്നും എനിക്ക് ആലോചിച്ചത് ഞാൻ ആ ബാബുവിൻ്റെ വിഷമമാണ്. അന്ന് ഞങ്ങൾ അടിച്ചു മാറ്റാൻ എന്തുമാത്രം ഫീൽ ചെയ്തതാണ്. പക്ഷെ അപ്പോഴേക്കും കാലം ഒരുപാട് കടന്നുപോയി. ബാബുവൊക്കെ വളർന്ന് എവിടെയൊന്നും അറിയില്ലായിരുന്നു. അപ്പം ഞാൻ ആ ടോയ്സ് എടുത്ത് കിച്ചുവിന് കൊടുത്തിട്ട് അവൻ ബാബുവാണ് സങ്കല്പിച്ച് അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചതെന്നാണ് ഞാൻ ആ കഥ അവസാനിപ്പിച്ചിരിക്കുന്നത്. അത് ശരിക്കും നടന്ന സംഭവമാണ്. ബിനാക്ക ടോയ്സ് ഞങ്ങളുടെ ഒരു വികാരം. നിങ്ങളെപ്പോലുള്ള കുഞ്ഞൊക്കെ മിസ് ചെയ്യുന്നതാണ്. ശരി, അന്ന് സ്റ്റേജ് കയറി കുറെ പ്രോഗ്രാംസ് ചെയ്തിട്ടല്ലേ? സ്റ്റേജ് കയറിയപ്പോൾ പേടി തോന്നിയിട്ടുണ്ടോ? ഞാൻ സ്റ്റേജ് കയറി കുറേ പരിപാടിയൊന്നും അവതരിപ്പിച്ചിട്ടില്ല. ഈ അടുത്ത കാലത്ത് വരെ എനിക്ക് സ്റ്റേജ് ഭയങ്കര മടിയാണ്. എൻ്റെ ബുക്ക് റിലീസ് പോലും ഞാൻ ഒരു ഡൊമസ്റ്റിക് ഫംഗ്ഷനായിട്ട് പോയി. കാരണം അവിടെ പോയി 2 വാക്ക് പറയേണ്ടി വരുമ്പോൾ എന്തോ അകാരണമായിട്ടൊരു പേടിയാണ്. അപ്പോൾ എല്ലാവരും അജയിച്ചോണ്ട് വന്നിട്ട് എഴുതുന്നു, സംസാരിക്കാൻ കഴിവുണ്ട്, ഒറ്റയ്ക്കൊക്കെ 1-to-1 നന്നായിട്ട് സംസാരിക്കും. പക്ഷേ സ്റ്റേജ് കയറുമ്പോൾ അകാരണമായൊരു ഭയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് ഞാൻ വിചാരിച്ചു ഒരു ഭയം ഒഴിവാക്കണമെങ്കിൽ നമ്മളതിനെ നേരിടുക എന്നുള്ളതാണ്. അതുകൊണ്ട് സിംഹത്തിൻ്റെ മടയിൽ പോയതിനെ നേരിടുന്നത് കണ്ടില്ല. അതുപോലെ ഞാൻ 2 കളിച്ച് സ്റ്റേജിൽ ഒരു പ്രാവശ്യം കയറി. അപ്പോൾ പിന്നെ ഇത്ര ഉള്ളതെന്നൊരു തോന്നൽ വരും. അപ്പോൾ മോളെപ്പോലെ കുട്ടികൾക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ സ്റ്റേജിൽ കയറുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് മുഴുവൻ നമ്മളൊന്നും ചീത്തായി പെർഫോം ചെയ്തിട്ട് അയ്യോ ചമ്മട്ടെന്നൊന്നുമല്ല അവർ വിചാരിക്കുന്നു. അവർ ഞാൻ നന്നായി അവതരിപ്പിക്കുന്ന പ്രതീക്ഷ ആയിരിക്കുന്നു. മോളിപ്പം വിചാരിക്കുന്നു സ്റ്റേജ് ഇതിരിക്കുന്നു. അപ്പം ആരെങ്കിലും സംസാരിക്കാനായിട്ട് കയറുന്നു, മോളെന്താ വിചാരിക്കുക, ഭയങ്കരമായിട്ട് സംസാരിക്കുന്നതല്ല വിചാരിക്കും. അങ്ങനെയാണ് നമ്മൾ കയറുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത്. ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടെങ്കിൽ നമുക്ക് കയ്യിലിട്ട് എന്ത് സംസാരിക്കാം. സബ്ജക്റ്റിൻ്റെ നോളജ് ഉണ്ടാക്കുക, സ്റ്റേജിൽ തകർക്കുക, കൂടുതൽ എന്തെങ്കിലും വരുന്ന ഇംപ്രൂവൈസ് ചെയ്ത് പറയാം. 2 പ്രാവശ്യം കഴിയുമ്പോൾ 3rd ടൈം മുതൽ ശരിയാണ്. ആദ്യത്തെ 2 മിനിറ്റ് എല്ലാവർക്കും ഉണ്ട്. ഏറ്റവും ഫേമസ് ആയിട്ട് സംസാരിക്കുന്ന ഏറ്റവും ഫേമസ് പേഴ്സണാലിറ്റീസിന്
ഗായക ചിത്രം വന്നിട്ട് ഇപ്പോഴും അവർ സ്റ്റേജിൽ മുകളിൽ ചെറിയ 1 മിനിറ്റ് 1 സെക്കൻഡ് അത് കഴിയുമ്പോൾ അഡ്ജസ്റ്റഡ് ആവും. അപ്പോൾ നമ്മളാ ഭയം ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ മോള് കയറിയേ പറ്റും. കയറി അത് മാറിപ്പോകും. എഴുതാനുള്ള മോട്ടിവേഷൻ അങ്കിളിന് എപ്പോഴാണ് കിട്ടിയത്? എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന കുട്ടികളോട് എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? എഴുതാനും വായിക്കേണ്ട മോട്ടിവേഷൻ ഞാൻ പറഞ്ഞാൽ കുട്ടിക്കാലത്ത് അമ്മൂമ്മ ഉണ്ടായിരുന്നു. അമ്മൂമ്മ പണ്ടൊരു ഹെഡ് മിസ്ട്രസ് ആയിരുന്നു സ്കൂളിൽ, അമ്മയുടെ അമ്മ. അമ്മൂമ്മ കഥകളുടെ ഒരു ഭണ്ഡാരമായിരുന്നു എന്നേ പറയാം. അപ്പോൾ അമ്മ ഇങ്ങനെ മടിക്കിടത്ത് കഥകൾ പറയും, എന്നെ അനിയത്തിയൊക്കെ. അപ്പോൾ കഥ പറയാം, സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. നിങ്ങളിപ്പോൾ വിഷ്വൽസ് ആണ് കൂടുതൽ കാണുന്നത്, TV, കാർട്ടൂൺ, അത് ഇതൊക്കെ. പക്ഷേ ഈ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ണടച്ച് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യും അല്ലേ. ഇപ്പോൾ ഒരു ആൾ പറയുമ്പോൾ ആളുടെ രൂപം, അയാളുടെ ആക്ഷൻ എല്ലാം മോളെ മനസ്സിൽ കാണുകയാണ്. അപ്പം ഇമാജിനേഷൻ കൂടും. അപ്പം അങ്ങനെ കേട്ട് ബുക്കുകൾ വായിച്ചും ശബ്ദരേഖ, സിനിമയിൽ ഇതിൻ്റെ ശബ്ദരേഖ വരുമായിരുന്നു ഇപ്പം റേഡിയോയിൽ, നാടകങ്ങൾ കേൾക്കുക. അപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി, ഇമാജിനേഷൻ വളരാൻ തുടങ്ങി. അങ്ങനെയാണ് എൻ്റെ ഒരു എഴുത്ത് ഡെവലപ്പ് ചെയ്ത് വന്നത്. കുട്ടിക്കാലത്ത് തന്നെ ഞാൻ എന്ത് ചെയ്യും, പഴയ കോമിക്സ് ഉണ്ടല്ലോ, അത് കിട്ടാതാകുമ്പോൾ ഞാൻ സ്വയം ഒരു കുറച്ച് കാർട്ടൂൺസ് വരയ്ക്കാനല്ലേ മോള്. അപ്പോൾ ആ കാർട്ടൂൺ വെച്ച് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഓരോ കോമിക്സ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അത് പിന്നെ ബുക്കിൽ നിന്ന് പേജ് വലിച്ചു തരുന്ന അടിയിട്ടൂടെ അത് നിർത്തി. ലേറ്റർ ഓൺ പിന്നെ എഴുതാൻ തുടങ്ങി വളരെ കാലങ്ങൾക്ക് ശേഷം. ഒരു മുറിവിൻ്റെ ഓർമ്മയ്ക്കാണ് ആദ്യമായിട്ട് എഴുതുന്നത്. അങ്ങനെ എഴുത്തിൻ്റെ കാര്യം ഞാൻ കുട്ടികൾക്ക് പറയുന്നത്, ഈ പടങ്ങളുണ്ട് നമ്മൾ ഇതിലെ ഓരോ കുട്ടികൾ അങ്ങളുടെ ബുക്കിൻ്റെ കവർ വരച്ചുകൊണ്ട് വന്നതാണ്. കുട്ടികൾ ഞാൻ പറയാനുള്ളത് കൂടുതൽ വായിക്കുക. മോൾക്കും ചേർത്ത് പറയണം, എത്രത്തോളം നമ്മൾ വായിക്കുന്നു അത്ര എഴുതാനുള്ള ഇൻസ്പിറേഷൻ കൂടും. മനസ്സിലായില്ലേ? വായിക്കുന്നതോറും നമ്മുടെ വൊക്കാബുലറി കൂടും, ഇമാജിനേഷൻ കൂടും. അപ്പം നമുക്ക് സ്വയം ഒരു കഥാപാത്രം ക്രിയേറ്റ് ചെയ്യാനോ എന്തെങ്കിലും ഒരു ചെറിയ സിറ്റുവേഷനെ എന്താവും വിഷ്വലൈസ് ചെയ്തിട്ട് അതിനൊക്കെ കഥയായിട്ട് അവതരിപ്പിക്കാനൊക്കെ പറ്റും. അത് വായിക്കുക, മാക്സിമം വായിക്കുക, എഴുതുക. മംഗളാണല്ലേ? ചോദ്യങ്ങളൊന്നും തീർന്നിട്ടില്ല, ഇനി വരും ചോദ്യങ്ങളായിട്ട്. ഇനി ചോദ്യങ്ങളുണ്ടോ? അപ്പോൾ നേരത്തെ പറയണം, പണ്ടുള്ള 3. ശരി മോളെ, ഇനി കാണാം. ബൈ ബൈ. മകളെ പാതിമലരേ, നീ മനസ്സിലെന്നെ അറിയുന്നു. കനവും പോയ ദിനവും നിൻ ചിരിയിൽ വീണ്ടും ഉണരുന്നു. ഇല്ല, ഒരെണ്ണം കൂടെ ഒന്നുകൂടെ സെയിം ചെയ്താൽ മതി ചേട്ടാ. റെക്കോർഡിങ് തന്നെ. അയ്യോ, അവിടെ ചേട്ടാ ശരിയല്ലെന്ന് ചോദിക്കല്ലേ, ഇനി കട്ടിയുള്ള സ്ഥലം വേണം. റെഡി? ഇതാണ് നമ്മുടെ സ്ലോ. മോള് സ്ലോ ആയിട്ട് നോക്കാം. എന്നിട്ട് നേരെ അങ്ങനെ നോക്കല്ലേ. എഴുതാനുള്ള മോട്ടിവേഷൻ അതൊക്കെ എവിടെന്നാ കിട്ടിയത്? നാരക മിഠായില്ലേ, ആദ്യത്തെ ദിവസം സ്കൂളിലാക്കിയിട്ട് പോകുമ്പോൾ എനിക്ക് തന്നെ കണ്ണ് നിറഞ്ഞു. ശരിക്കും അന്ന് വിഷമം, എനിക്ക് വായിച്ചു. ഓക്കെ മോളെ, പെർഫെക്റ്റ്. പറഞ്ഞു പെർഫെക്റ്റ്. ഒന്ന് മൊത്തത്തിൽ ഒന്നും കൂടെ പറഞ്ഞു. ഇപ്പൊ സങ്കടം വന്നോ ശരിക്കും? മോളെ കട്ട് ചെയ്ത് മാറ്റി ചിലപ്പോ
എൻ്റെ കഥകളെല്ലാം ഞാൻ നിന്നെ ശ്യാമെ ഭയങ്കര കളിയാക്കിയാണ് എഴുതുന്നത്. അതിലെന്തെങ്കിലും നമ്മളൊന്നും അടിയുണ്ടോ? നമ്മൾ ഒരു അടിയില്ല, ഞാൻ ഒന്ന് കളിയാക്കാറില്ല. എൻ്റെ ഓർമ്മയിൽ ഞാൻ കളിയൊക്കെ എഴുതിയിട്ടായിരുന്നു. പലരും വന്നു അതിൽ ഒരാൾ ഞാൻ കണ്ടിട്ടേ ഇല്ല. പുള്ളി വന്ന് ഇങ്ങനെ തന്നെ ഇങ്ങനെ നോക്കി 10 മിനിറ്റ് എന്നെ തന്നെ നോക്കി 10 മിനിറ്റ് ഒരു കാര്യം ഒന്നും ചോദിച്ചു ശ്യാമേച്ചി റോക്സ് എന്ന് പറയുന്നത് എനിക്കൊരു ഉള്ളിൽ സന്തോഷമാണ്. അതുമായിട്ട് റോക്സ് നല്ലല്ലോ പറയാം. എനിക്ക് സന്തോഷമാകാൻ വേണ്ടി ഒരു ശ്യാമ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. പലരും ദിവസമായിട്ടൊന്നും പറഞ്ഞു കേട്ടോ, ഒന്നും വിചാരിക്കരുത്. ശ്യാമിൻ്റെ ശ്യാമ ചേച്ചി റെഡി. ആ